ബിഗ് ബോസ് കഴിഞ്ഞാലും അതിന്റെ കോൺട്രവേഴ്സിക്ക് യാതൊരു കുറവുമില്ല. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഇപ്പോ ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ബിഗ് ബോസ് ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനുമോളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജ് ടോക്സ്, സമ്മർ മീഡിയ, അതുപോലെ അതുല്, ഇവരെല്ലാവരും കോഴ വാങ്ങി എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കോഴ വാങ്ങി എന്നാണ് അവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തെളിവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനകത്ത് ഒരു വെള്ള പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നിട്ട് വിനുവിന്റെ വിനുവിന്റെ അടുത്ത ആളാരോ അയച്ചു കൊടുത്തതാണ്, ഈ പുള്ളിക്ക് മാത്രം അയച്ചു കൊടുത്തതെന്നാണ് പറയുന്നത്. ഒരുപാട് വലിയ യൂട്യൂബേഴ്സിനൊക്കെ അയച്ചു കൊടുത്തു, അവരാരും ഇട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അയച്ചു തന്നത്. ഞാൻ നിഷ്പക്ഷമായിട്ട് റിവ്യൂ ചെയ്യുന്ന ആളാണ്. ഞാൻ അനുമോളെ എവിടെ തെറ്റ് കണ്ടാലും ഞാൻ പറയാറുണ്ട്, നല്ലത് കണ്ടാൽ നല്ലതെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് അയച്ചു തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ അകത്തെ ഗൂഢ ലക്ഷ്യം എന്താണെന്നുള്ളത്. അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഈ യൂട്യൂബേഴ്സിന്, ഈ പറയുന്ന സമ്മർ മീഡിയ, അതുപോലെ തന്നെ അതുല്, രാജ് ടോക്സ്, ഇവരെല്ലാം മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ 5 ലക്ഷം സമ്മർ മീഡിയയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നു. അതുപോലെ 2 ലക്ഷം ആണെന്ന് തോന്നുന്നു രാജ് ടോക്സിന് കൊടുത്തു എന്ന് പറയുന്നു. അതുപോലെ അതുലിന് 50,000 കൊടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാം. ഈ യൂട്യൂബ് ചാനലുകാർക്കൊന്നും ഈ പൈസയുടെ ഒന്നും ആവശ്യമില്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഇതിന് മുമ്പുള്ള സീസണുകളിൽ നമ്മൾ കൂടുതലും ഈ വോയിസ് ഓവർ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ ഫേസ് കാണിച്ച് തന്നെ ഇതിനകത്ത് റിവ്യൂ ചെയ്യാൻ തുടങ്ങിയത്. വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമായിരുന്നു, പെട്ടെന്ന് കട്ട് ചെയ്തൊക്കെ ഇടാമായിരുന്നു. പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്ത് നമുക്ക് കയറ്റി വീഡിയോ ഒക്കെ ഇടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും ഒക്കെ തന്നെ, അത് മാത്രമല്ല അങ്ങനെ ചെയ്യേണ്ട, ഇനി മുതൽ ഫേസ് കാണിച്ച് ചെയ്താൽ മതി എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഫേസ് കാണിച്ച് ചെയ്തത്. ഈ ഒരു ദിവസം 2-3 വീഡിയോ, നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം 2-3 വീഡിയോസ് ഇടത്തുള്ളൂ. അതിനകത്ത് ചിലത് ഓടും, ചിലത് ഓടത്തില്ല, ചിലത് നല്ല ഓടുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു ഇൻകം യൂട്യൂബ് തന്നെ തരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്ന അഭിപ്രായം മറ്റൊരാൾ പറയണം, നമ്മൾ ഒരിക്കലും ശാഠ്യം പിടിക്കരുത്. ചിലപ്പോൾ ആ ബിഗ് ബോസ് ഷോ കാണുമ്പോൾ എനിക്ക് അതിൽ എന്താണ് തോന്നുന്നത്, അതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. അതിൽ യോജിക്കുന്നവരുണ്ടായിരിക്കാം, വിയോജിക്കുന്നവരുണ്ടായിരിക്കാം. അത് എല്ലാ സീസണിലും ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറയുന്നതേ മറ്റുള്ളവരും പറയാവൂ എന്ന് ശാഠ്യം പിടിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്, കോൺട്രവേഴ്സി ഒക്കെ കൂടുതൽ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഒരു പൈസയുടെയും ആവശ്യം ഇവർക്ക് ആർക്കും ഇല്ല. ഈ പറയുന്ന സമ്മർ മീഡിയ അപ്പോൾ അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുന്ന ചാനലാണ് സമ്മർ മീഡിയ. ഓക്കെ, സമ്മർ മീഡിയ ഒക്കെ ഈ 5 ലക്ഷം ഒന്നും അവർക്ക് ഒരു പൈസ അല്ല. സത്യത്തിൽ റിവ്യൂ 5 ലക്ഷം രൂപ വലിയ പൈസ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ റിവ്യൂ ചെയ്യുന്ന സമ്മർ മീഡിയ എന്ന ഒരു ചാനലിന് നമുക്കറിയാം ഒരു സീസൺ കഴിയുമ്പോൾ അവർ എത്രമാത്രം അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-3 വീഡിയോ ഇടുമ്പോൾ തന്നെ നമുക്ക് ഈ സീസൺ കഴിയുമ്പോൾ എത്ര വന്നു എന്നുള്ള കണക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്കപ്പോൾ എത്രമാത്രം അതിൽ നിന്നും വരുമാനം ഉണ്ടാകുന്നു എന്നുള്ളത്. അവരതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രാജ് ടോക്സ്, ഇവരെല്ലാം നല്ല വ്യൂ ഉള്ള ചാനലാണ്. അതുപോലെ അതുല്, ഇവരൊക്കെ വീഡിയോ ഇടുമ്പോൾ പ്രത്യേകം വന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്ന ചാനലാണ്. അപ്പൊ അവർക്ക് ഈ പൈസയുടെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന നമ്മുടെ ചാനൽ അത്രയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു നോർമൽ ചാനലാണ്. ആ നോർമൽ ചാനലിൽ യൂട്യൂബ് നമുക്ക് ഇത്രയും വരുമാനമൊക്കെ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മുടെ ഈ നോർമൽ ചാനലിന് തന്നെ ഒരു സീസൺ കഴിയുമ്പോൾ ഇത്രയ്ക്ക് നമുക്ക് യൂട്യൂബ് എമൗണ്ട് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെല്ലാം എത്രമാത്രം എമൗണ്ട് സമ്പാദിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, അതുകൊണ്ട് അവർക്ക് ഈ ഇരിക്കുന്ന കൊമ്പ് മുറിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പം ഈ അലിഗേഷൻ അവിടുന്ന് പറഞ്ഞിരിക്കുന്ന ആളുണ്ടല്ലോ, ആ ആളുടെ വീഡിയോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചുമ്മാ ഒരു വെള്ള പേപ്പറിനകത്ത് എഴുതിയിട്ട് വന്നിട്ട് ഈ സമ്മർ മീഡിയ ഇത്രയും, മറ്റവർ ഇത്രയും, മറിച്ചവർ ഇത്രയും എന്ന് പറഞ്ഞൊരു കണക്ക് എഴുതി അതേഴ്സ് ഇത്രയും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അതേഴ്സിലൊക്കെ നമ്മൾ വിടുവോന്ന് നമുക്ക് അറിയത്തില്ല. അത് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ലാസ്റ്റ് അത് ആ പുള്ളി തന്നെ പറയുന്നുണ്ട് ആ വീഡിയോക്കകത്ത് തന്നെ, ബിഗ് ബോസിൽ ഞാൻ അടുത്ത പ്രാവശ്യം പോവുകയാണെങ്കിൽ നിന്റെ ഒന്നും PR-നെ ഒക്കെ വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ നിൽക്കും എന്നുള്ളൊക്കെ ഉള്ളത്. ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്ക് അറിയാൻ കഴിഞ്ഞത് പുള്ളി ബിഗ് ബോസിൽ പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരു ആളാണ്. ആ ആളാണ് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. ശ്രദ്ധിച്ചു കഴിയുമ്പോഴല്ലേ അതിനെക്കുറിച്ച് പിന്നെയും കോൺട്രവേഴ്സി ഉണ്ടാക്കി മെയിൻ സ്ട്രീമിലേക്ക് വരികയും ബിഗ് ബോസിലേക്ക് പോകാമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരാളാണെന്ന് പറയുകയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ബിഗ് ബോസിനകത്ത് കയറി പറ്റും എന്നുള്ള രീതിയിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരിക്കലും അതൊരു തെളിവേ അല്ല. ഈ കൊടുത്ത പുള്ളി പറയുന്നു എന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ കൊടുത്തപ്പോഴേ വലിയ യൂട്യൂബേഴ്സ് ഒന്നും ഇത് ഇട്ടില്ല എന്ന് പറയുന്നുണ്ട്. വലിയ യൂട്യൂബേഴ്സിന് ബോധവും വിവരവും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവർ ഇടായിരുന്നത്. കാരണം തെളിവില്ലാതെ ചുമ്മാ ഒരാൾ ഒരു വെള്ള പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് തന്ന് കൊടുത്തു കഴിഞ്ഞാൽ തെളിവില്ലാത്ത സാധനം ആരെങ്കിലും എടുത്തിട്ട് പറയുമോ? നമ്മളൊരു കാര്യം പറയുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ തെളിവ് ഉണ്ടായിരിക്കണം. ആ തെളിവില്ലാതെ ഒരാളും അത് ചെയ്യത്തില്ല, ഒരാളും അതിനെപ്പറ്റി പറയുക പോലും ചെയ്യത്തില്ല. പിന്നെ ഈ സീസണെ സംബന്ധിച്ചിടത്തോളം അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നവരുണ്ട്, അനീഷിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തവരുണ്ട്, നെവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തവരുണ്ട്, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തവരുണ്ട്. ഞാൻ ഈ പറയുന്നത്, നമ്മളെല്ലാവരും ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അത് നമ്മുടെ തെറ്റാണ്. ഞാൻ എല്ലാവരെയും സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ
സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവസാന സമയത്തൊക്കെയാണ് ഞാൻ അനുമോളിലേക്ക് കൂടുതൽ നമ്മൾ കേന്ദ്രീകരിച്ചത്. അത് അനുമോളെ കോർണർ ചെയ്യുന്നത് കണ്ടിട്ടാണ്. ഒരു പെണ്ണിനെ ഇങ്ങനെ ഇട്ട് അവിടെ കോർണർ ചെയ്യുന്നു എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പിന്നെ കണ്ടു തുടങ്ങിയതും. അനുമോളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ അനുമോളെ കൂടുതൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനീഷിനെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പുറകോട്ട് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ വരെ PR എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുമോളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അനീഷിന്റെ ആൾക്കാർ എന്ന് പറയാം അനുമോളുടെ PR ആണ്. അനീഷിന്റെ ഫാൻസ് അനീഷിനെ കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ആൾക്കാർ വന്ന് പറയും നമ്മൾ അനീഷിന്റെ PR ആണ്. അതുപോലെ നെവിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം കൂടെ നമ്മൾ വേറെ PR. അങ്ങനെ ഓരോരുത്തർ ഓരോരോ PR ആക്കും. അതെല്ലാ സീസണിലും ഉള്ളതാണ്. ഈ പൈസ അവർ വാങ്ങി എന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഒരിക്കലും അവരത് ചെയ്യത്തില്ല. പൊന്മുട്ട ഇടുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലൂ? അല്ലെങ്കിൽ അത്രയ്ക്ക് വിവരം ഇല്ലാത്തവരായിരിക്കണം ഈ വീഡിയോ ഇട്ടവനെ പോലെ. ഈ വീഡിയോ ഇട്ട ആളുടെ വീഡിയോ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതൊരു മാനിപ്പുലേറ്റഡ് വീഡിയോ ആണ് എന്നുള്ളത്. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എന്തോ ക്രിയേറ്റ് ചെയ്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് വിനുവിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. വിനു കൊണ്ട് ഒരു കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെടാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ. വിനു കൊണ്ട് ഒരു കേസ് കൊടുക്കുകയാണ്, എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ തെളിവില്ലാതെ ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അടപ്പ് ഇളകും. അപ്പം ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സിയാണ് പുള്ളിക്കും ആവശ്യം. എന്ന് വെച്ചാൽ രേണു സുധി ബിഗ് ബോസിലേക്ക് കയറിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നെഗറ്റീവ് കണ്ടന്റിലൂടെയാണ് കോൺട്രവേഴ്സി ഉണ്ടായിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് അകത്തോട്ട് ബിഗ് ബോസിലേക്ക് പോകാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു അതുപോലൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. ഈ പറയുന്ന അലിഗേഷൻസ് ഒരിക്കലും നമുക്ക് വിശ്വാസ്യമല്ല. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ആ വീഡിയോ നിങ്ങൾ കാണണം തന്നെ ഞാൻ പറയത്തില്ല. അതിനകത്ത് ചുമ്മാ അമ്മ എന്തൊക്കെയോ താളം അടിക്കുന്നു. ഞാനത് കണ്ടതാണ്. താളമടി മാത്രമേ ഉള്ളൂ, പക്ഷെ തെളിവുകളില്ല. ചുമ്മാ ഒരു വെള്ള പേപ്പറിൽ കൊണ്ടുവന്നിട്ട് അത് ലാസ്റ്റ് പറയുന്നുണ്ട് കൊടുത്തില്ല, ഇനി കൊടുക്കാൻ പോകുന്നതാണെന്നാണ് പറയുന്നത്. കൊടുത്തിട്ടില്ല, പക്ഷെ കൊടുത്തിട്ട് മുമ്പുള്ള ലിസ്റ്റ് ആണെന്നാ പറയുന്നത്. എന്തൊക്കെയോ ഇവൻ അവിടെ കിടന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിന് വീഡിയോ ഇട്ട് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ രാജ് ടോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് യൂട്യൂബേഴ്സിനെ പേഴ്സണലായിട്ട് എനിക്ക് ബന്ധമുണ്ട്. പേഴ്സണലായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അതിൽ എനിക്ക് രാജേട്ടനെ ഞാൻ വിളിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്. ഇപ്പോഴൊന്നല്ല, നേരത്തെയും വിളിക്കാറുണ്ട്. ഇപ്പൊ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വിളിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ സംസാരിക്കാറൊക്കെ ഉണ്ട്. എനിക്ക് 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇവർ 3 പേരും 1 രൂപ പോലും ഒരാളുടെ കയ്യിൽ നിന്നും, ഒരു PR-ന്റെ കയ്യിൽ നിന്നും, ഒരാളുടെ കയ്യിൽ നിന്നും 5 പൈസ ചായ, എനിക്ക് 10 രൂപയുടെ ചായ പോലും വാങ്ങിച്ചു കുടിക്കത്തില്ല. ഓക്കെ, അങ്ങനെയുള്ളവരാണ് അവർ. കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ പറയാം, ഇവരെല്ലാവരും ഒരാളെ ഇപ്പം മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എന്റെ ചാനലിൽ ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കട്ടെ, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സപ്പോർട്ട് വരും. ഇപ്പം PR ആയി പോവും. എല്ലാവരും എല്ലാ സീസണിലും പറയുന്നതാണ് ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ PR ആണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോയുടെ വീഡിയോ നോക്കുമ്പോൾ നമ്മൾ ജിൻഡോയുടെ PR ആയ ആൾക്കാരാണ്. അതുപോലെ ജാസ്മിന്റെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജാസ്മിന്റെ PR, അഖിലിന്റെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അഖിലിന്റെ PR, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. അത് എല്ലാ സീസണിലും നമ്മൾ കേൾക്കാൻ റെഡിയുമാണ്. എന്നുവെച്ചാൽ അതൊക്കെ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല. ഞാൻ എന്റെ ജോലി കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ലൈവ് എല്ലാം കണ്ടിട്ട് ഞാൻ അതിന്റെ എല്ലാം നിങ്ങൾക്കറിയാം അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്റെ വീഡിയോ കൂടുതലും രാവിലെയൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ വരാറുള്ളത്. അതുപോലെ തന്നെ 2-3 വീഡിയോ നമ്മൾ ചെയ്യാറുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇരുന്ന് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇരുന്ന് ശരിക്കും നമുക്ക് ഇതിലും കൂടുതൽ പേയ്മെന്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്കങ്ങനല്ല, നമ്മുടെ ജോലി കഴിഞ്ഞുള്ള സമയത്ത് മാത്രമാണ് നമ്മൾ ഇതിന് ചെലവഴിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ രാജേട്ടനാണെങ്കിലും സമ്മർ മീഡിയ ആണെങ്കിലും അവര് ഈ സീസൺ എന്ന് പറയുന്നത് അവർ കൃത്യമായിട്ട് കണ്ട് വിലയിരുത്തി അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതില് എല്ലാവരും. അപ്പൊ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം എന്റെ അഭിപ്രായം ആയിരിക്കത്തില്ല മറ്റൊരു ചാനലിൽ പറയുന്നത്, അപ്പൊ ആ ചാനലിൽ പറയുന്നതായിരിക്കില്ല വേറൊരു ചാനലിൽ പറയുന്നത്. അത് അവരവരുടെ കൺസെപ്റ്റാണ്. ഇപ്പൊ എനിക്ക് ഇതിൽ ഫീൽ ചെയ്യുന്ന കാര്യമായിരിക്കില്ല മറ്റൊരാൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലര് ഈ കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കാം. ഞാൻ എന്റെ ഒപ്പീനിയനാണ് അവിടെ പറയുന്നത്. അതിൽ ഇൻഫ്ലുവൻസ് ആവുന്നവരുണ്ട്, ഇൻഫ്ലുവൻസ് ആകാത്തവരുണ്ട്. അതിനെപ്പറ്റി നെഗറ്റീവ് കമന്റുകൾ ഇടുന്നവരുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ലെന്ന് പറയുന്നവരുണ്ട്, ഇതാണ് നടന്നതെന്ന് പറയുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. അതെല്ലാം ഇതിലുള്ളതാണ്. ആ ഒരു ചാനലിനെ കോർണർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ എന്റെ ചാനലിനെ ശ്രദ്ധിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ഈ സീസൺ 8 നിന്ന് ഇറങ്ങിപ്പോയ മത്സരാർത്ഥികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ അനുമോളെ കോർണർ ചെയ്യുമ്പോൾ ഇവര് മെയിൻ സ്ട്രീമിലേക്ക് വരും. എന്ന് വെച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കും ഇവരെന്താണ് പറയുന്നതെന്ന്. അതുപോലെ തന്നെയാണ് ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടി പുള്ളി ഉണ്ടാക്കിയെടുത്ത ഒരു നുണക്കഥ. അത്ര മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇത്രയും വലിയ ചാനലുകളൊക്കെ മെൻഷൻ ചെയ്ത് പറയുകയാണെങ്കിൽ എല്ലാവരും നോക്കുമല്ലോ, രാജ് ടോക്സിനെ കുറിച്ച് എന്താണ് പറയുന്നത്, സമ്മർ മീഡിയ ഇവരിങ്ങനെയാണെന്ന് ഒരു വിഭാഗം പറയും, ഇല്ലാന്ന് വേറൊരു വിഭാഗം പറയും. അപ്പൊ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടും, കുറച്ച് വ്യൂവേഴ്സും കൂടും. അത്രയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പറയുന്ന എല്ലാ മണ്ടത്തരങ്ങളാണ് കൂടുതലും. ഞാനൊന്നും എടുത്ത് പറയുന്നില്ല, അതിന് പറയേണ്ട ആവശ്യമില്ല. അവനെ ഇത്രയും കള്ളത്തരം പറയുന്ന ഒരു മനുഷ്യന്റെ ചാനലില് ഇന്ന ചാനലാണെന്നും ഇവനാണെന്നും ഒക്കെ നമുക്ക് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 100% ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് മൊത്തവും കള്ളത്തരങ്ങൾ തന്നെയാണ്. പിന്നെ അത് ഏറ്റുപിടിക്കാൻ കുറച്ചു പേര്, ആ ഏറ്റുപിടിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഏറ്റുപിടിക്കുന്നതെന്ന് നമുക്കറിയാം. അവരൊരാളെ സപ്പോർട്ട് ചെയ്തു,
ആ സപ്പോർട്ട് ചെയ്ത ആൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വേറൊരാളെ. അപ്പം നിങ്ങൾക്ക് അതിലൊരു ചുരുക്ക് ഇപ്പൊ തീർക്കാൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ വിവരമുള്ളവർക്കും ബോധമുള്ളവർക്കും മനസ്സിലായിട്ടുണ്ട് അവൻ പറഞ്ഞത് മൊത്തം 100% കള്ളത്തരമാണ് എന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് എന്തായാലും ഞാൻ ഇന്ന് പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറയുകയാണ്, ഈ റിവ്യൂ ചെയ്യുന്ന കാര്യം. ഞാൻ ഈ റിവ്യൂ ചെയ്യണമെന്ന് ഫേസ് കാണിച്ച് എനിക്ക് ചെയ്യണം എനിക്ക് ആഗ്രഹം തുടങ്ങിയിട്ട് എനിക്ക് 5-6 വർഷങ്ങൾക്ക് മുന്നേ തോന്നിയ ആഗ്രഹമാണ്. പക്ഷെ എനിക്കെന്തോ അതിനൊരു ധൈര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാനിത് കണ്ട് പഠിച്ചതെന്ന് വെച്ചാൽ സായിയിൽ നിന്നാണ്. എനിക്ക് സായിയുടെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാം എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. അതിനുശേഷം സായി ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ട് സായി പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ധൈര്യത്തോടെ തന്നെ നിങ്ങൾ ചെയ്ത് ആദ്യമൊക്കെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ പോകെ പോകെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ റെഡി ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്നത്. സത്യം ഞാൻ പറയാമല്ലോ. അപ്പം സായി ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സായിയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് എനിക്കും ഫേസ് കാണിച്ച് വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയത്. അതുപോലെ തന്നെ ആ സമയത്തൊക്കെ എനിക്ക് ധൈര്യമില്ലാത്ത സമയത്തൊക്കെ ഞാൻ 2-3 യൂട്യൂബേഴ്സ് ഉണ്ട്, എനിക്കറിയാവുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, അവരോടെല്ലാം ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് പേരെ ഞാൻ കോൺടാക്ട് ചെയ്ത് അവരോടൊക്കെ ഞാൻ സംസാരിച്ച് എനിക്കിങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ധൈര്യമായിട്ട് ചെയ്തു, ആദ്യമൊക്കെ ചില ഇതുണ്ടാവും നമുക്ക് തോന്നും, പക്ഷെ പോകെ പോകെ ശരിയാകും എന്നൊക്കെ പറഞ്ഞു തന്ന് ധൈര്യം തന്ന് നമ്മൾ ചെയ്തു തുടങ്ങിയതാണ്. ഈ PR-ന്റെ പൈസ വാങ്ങിച്ച് ഇവരാരും വീഡിയോ ചെയ്യത്തില്ല എന്ന് ഞാൻ പറയാനുള്ള മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പൊ ഞാൻ ഒരു PR-ന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു 50,000 1 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷമോ ഞാൻ വാങ്ങിച്ച് ഞാൻ ചെയ്തെന്നിരിക്കട്ടെ, അവരെന്തായാലും എനിക്ക് പൈസ തരുമല്ലോ, അതിന് തെളിവുണ്ടാവും അവരുടെ കയ്യിൽ. ഒന്നിൽ ഗൂഗിൾ പേ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ചെക്ക് മുഖേന ആയിരിക്കാം, ഇല്ലെങ്കിൽ എന്ത് മുഖേന ആയിക്കോട്ടെ. ഇപ്പൊ ക്യാമറകൾ വരെ വെച്ച് എടുക്കാൻ പറ്റും. എനിക്കൊരാൾ ഇത്രയും പൈസ തന്നിട്ടുണ്ടെങ്കിൽ ക്യാമറകൾ വെച്ച് പല തെളിവുകളും ഉണ്ടാവും. ആ തെളിവുകൾ വല്ലതും വെളിയിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ വാങ്ങിച്ച് അങ്ങനെ റിവ്യൂ ചെയ്ത് അങ്ങനെ തെളിവ് വെളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ അഡ്രസ്സ് പോയില്ലേ? പിന്നെ എനിക്ക് ഒരു ചാനലുമായിട്ട് ആരുടെയും മുന്നിൽ വരാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പൊന്മുട്ടയിടുന്ന താറാവിനെ ആരും കൊല്ലത്തില്ല എന്നുള്ളത്. അത്യാവശ്യം പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ ഈ യൂട്യൂബേഴ്സിന് എല്ലാം കിട്ടുന്നുണ്ട്. ഈ ബിഗ് ബോസ് ഷോ തുടങ്ങി കഴിയുമ്പോൾ ഒരുപാട് പേര് അങ്ങനെയുള്ള പേയ്മെന്റ് സമ്പാദിക്കുന്നുമുണ്ട്. ചിലര് ബിഗ് ബോസ് ഷോ ഉള്ള സമയത്ത് മാത്രമേ ചെയ്യാറുള്ളൂ, അവരും അത്യാവശ്യം പേയ്മെന്റ് സമ്പാദിക്കുന്നു തന്നെ ഉണ്ട്. അപ്പൊ അവർക്കൊന്നും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അവർക്ക് എത്രമാത്രം പേയ്മെന്റ് കിട്ടുമെന്നൊന്നും എനിക്ക് ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഏകദേശം ഊഹം എനിക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് വരുന്നതിനനുസരിച്ചുള്ള ഒരു ഊഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോവും. എന്നുവെച്ചാൽ ഇവർ ഈ പറഞ്ഞ 5 ലക്ഷം ഈ 2 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അവർക്കൊരു വലിയ തുകയല്ല അവരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറഞ്ഞ അവരെ സംബന്ധിച്ച് വലിയ തുകയെന്ന് ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ PR-ന് കൊടുത്തു, PR കൊണ്ട് 5 ലക്ഷം കൊടുത്തു, അവർ വാങ്ങിച്ചു എന്ന് ആ പുള്ളി അവിടുന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും അവർക്കൊരു തുകയേ അല്ല, വലിയ തുകയല്ല. അവർ ചെയ്യുന്ന ആ ജോലിക്കനുസരിച്ച് അവർ നല്ലതുപോലെ വീഡിയോ ഇട്ട് അവരുടെ വീഡിയോ എത്രമാത്രം ഓടുന്നുണ്ടെന്നും അവരുടെ വ്യൂവേഴ്സ് എത്ര ആണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഏകദേശം ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാവും ഇവർ മാസം എത്ര രൂപ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതിന്റെ ഒരു ആവശ്യം അവർക്ക് വരത്തില്ല. ഓക്കെ, അപ്പം ഈ കള്ളത്തരം പറയുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ആയിത്തീരണം, എനിക്ക് ബിഗ് ബോസിൽ പോകണം, എനിക്കില്ല അവിടെ പോകണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കിയാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ആ പുള്ളിയുടെ വീഡിയോ കണ്ടപ്പോൾ. എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ പോകണമെന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. എന്തായാലും അതുല് ശരിക്കും കൊടുക്കുന്നത് ഞാൻ കണ്ടു. അതുലിന്റെ വീഡിയോ ഞാൻ കണ്ടുള്ളൂ, ശരിക്കും കൊടുക്കുന്ന വീഡിയോ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. വെച്ചാൽ അതുലിന്റെ മനസ്സിലെ ദേഷ്യം മൊത്തം അതുൽ പറയുന്നുണ്ട്. ഒരിക്കലും ഇവരാരും 5 പൈസ വാങ്ങിക്കാതെ ചെയ്യുന്നവരാണ്. അപ്പൊ അവര് കൃത്യമായിട്ട് അവർ പറയും, അവരുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ ചെയ്യാത്തൊരു തെറ്റ് നമ്മുടെ ദേഹത്തേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ നമുക്ക് അത് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്ട് ചെയ്യും. അപ്പം ആ എഫക്റ്റിന്റെ മേളിലാണ് അതുൽ അങ്ങനെ സംസാരിക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഓക്കെ, അതുപോലെ തന്നെ ഈ സമ്മർ മീഡിയയെ കുറിച്ച് ഞാൻ ഒരു വാക്കുകൂടെ പറയാം. സമ്മർ മീഡിയക്ക് ഈ ഒരു ചാനൽ മാത്രമല്ല, മറ്റൊരു ചാനൽ കൂടിയുണ്ട്. ആ ചാനലിൽ നിന്ന് വരെ നിങ്ങൾക്ക് അറിയാം, ആ ചാനലിൽ ഈ ചാനലിനേക്കാൾ വ്യൂവേഴ്സ് കൂടുതലാണ്, നല്ല വ്യൂ ഉള്ള ചാനലാണ്. അപ്പം ഇതൊന്നും സമ്മർ മീഡിയ ആണല്ലോ ഏറ്റവും കൂടുതൽ 5 ലക്ഷം വാങ്ങിച്ചെന്ന് പറഞ്ഞേക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഈ സീസൺ ഇല്ല എന്ന് പറഞ്ഞാലും സമ്മർ മീഡിയക്ക് വേറെ ചാനലുണ്ട്. ആ ചാനലില് കൃത്യമായിട്ട് നല്ല വ്യൂയോട് കൂടി ഓടുന്നുണ്ട്. അപ്പം അവർക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറയുന്നവരുടെ ചാനലുകൾ പോയി നിങ്ങൾ കാണാതിരിക്കുക. എന്ന് വെച്ചാല് ഇനിയിപ്പം ഇങ്ങനെയുള്ള കോൺട്രവേഴ്സി ഒക്കെ ഒരുപാട് ഉണ്ടാകും. തെളിവ് സഹിതം നിരത്തട്ടെ, കൃത്യമായ ഒരു തെളിവ് നിരത്തട്ടെ. ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കാണിക്കട്ടെ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് അയച്ചു കൊടുത്ത് കാണിക്കട്ടെ, ഗൂഗിൾ പേ കാണിക്കട്ടെ, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കൈമാറുന്ന വീഡിയോ കാണിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അല്ലാതെ വെള്ള പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഇന്നയാൾ ഇത്രയൊന്നും വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ വീഡിയോ ഇട്ട ആ പുള്ളിയെ പോലെ മന്ദബുദ്ധികളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.